ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ഹെയർ ബോയുടെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മളിടയിൽ ഓരോ പോയിൻറ്റ്സ് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇതുപോലെയുള്ള 2 വയർ ഹെയർ ബോസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡ് ടൈപ്പ് ഒരുപാടൊന്നും വേണ്ട, 2 എൻഡിലും ഒട്ടിച്ചു കൊടുക്കാനുള്ളത് മാത്രം മതി കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 6 mm ബീഡ്സും പിന്നെ ഇതുപോലെയുള്ള സ്റ്റോണും, ക്ലിപ്പിംഗ് സ്റ്റോണാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഹെയർ ബോയ്ക്കകത്ത് 2 സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മേക്കിംഗ് വീഡിയോയ്ക്കകത്ത് നമ്മൾ സിംഗിൾ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹെയർ ബോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യരുത്, മെസ്സേജ് മാത്രം ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ടൈപ്പിൽ വരുന്ന ഒരു ക്ലിപ്പിംഗ് സ്റ്റോണാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഡബിൾ ഹോൾ വരുന്നുണ്ട്. ഡബിൾ ഹോൾ വരുന്നത് കാരണം തന്നെ നമുക്ക് ആ ഒരു വയർ ഹെയർ ബോ ഇൻസേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നമ്മൾ ആദ്യം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ 2 വയർ ഹെയർ ബോയും ഒരുമിച്ച് ജോയിൻ ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ ആ ഒരു എൻഡ് ടൈപ്പ് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാതെ ആദ്യം കുറച്ച് ബീഡ്സ് ഇടുക. 6 mm ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതേപോലെ എന്താ പറയുക, 2 വയർ ഹെയർ ബോയിലായിട്ട് കുറച്ച് ബീഡ്സ് ഇട്ട് വെക്കുക. നമുക്ക് ആ ഒരു 2 എൻഡും ഒട്ടിച്ചു കൊടുക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് നമ്മൾ പറയുന്നത്. കാണാനും കുറച്ചുകൂടി ഒരു ഫിനിഷിങ് ഉണ്ടാവും. മറ്റേത് 2 ഹെയർ ബോ മാത്രമായിട്ട് നമ്മൾ എൻ്റെ ടൈപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം കുറച്ച് ബീഡ്സ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഉപയോഗിച്ചിട്ടുള്ളത് ഒരു 15 ഗ്രാമിൽ വരുന്ന ബീഡ്സാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 120 പീസ് ബീഡ്സാണ് നമ്മൾ ഈ ഒരു ഹെയർ ബോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം 2 വയർ ഹെയർ ബോയും അതേപോലെ തന്നെ നമ്മുടെ ഗമ്മ് പിന്നെ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 2 എൻഡിലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇങ്ങനെ ഗം അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എൻഡ് ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഗം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ല ഗം ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടിച്ച ഉടനെ അത് അഴിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഗം അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഇതുപോലെ എൻഡ് ടൈപ്പ് വെച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻഡ് ടൈപ്പ് സ്റ്റിക്കറുള്ള ടൈപ്പാണോ അതോ നമ്മൾ ഗമ്മ് വെച്ച് സ്റ്റിക്ക് ചെയ്യേണ്ടി വരുമെന്ന്. നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കുള്ളത് സ്റ്റിക്കറുള്ള ടൈപ്പിൽ വരുന്ന എൻഡ് ടൈപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ എൻഡ് ടൈപ്പ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗ്രോസ് ഗ്രെയിൻ റിബൺ ഉണ്ടല്ലോ, ഒരു 25 mm വരുന്ന ഗ്രോസ് ഗ്രെയിൻ റിബൺ നിങ്ങൾ ഗമ്മ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി, ഇങ്ങനെ എൻഡ് ടൈപ്പിന് പകരമായിട്ട്. ഇനി നമ്മൾ 2 സൈഡിലും ഏകദേശം ഒരു 23 ബീഡ്സ്, 2 സൈഡിലും ഏകദേശം ഒരു 23 ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സ്റ്റോൺ ഇതുപോലെ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾ നോർമൽ ബീഡ്സാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ഗ്രാം ബീഡ്സിന് നമ്മൾ 10 ഗ്രാമിന് 10 രൂപ റേറ്റിലാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ 15 ഗ്രാമിന് 15 രൂപ ആ ഒരു റേറ്റ് വരും. പിന്നെ സ്റ്റോണ് അതുപോലെ തന്നെ വയർ ഹെയർ ബോ അതിൻ്റെ റേറ്റൊക്കെ കൂട്ടുക. അതാണ് നമ്മുടെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. പിന്നെ ഗമ്മ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗമ്മ് ആഡ് ചെയ്യണം, ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിലുള്ള ഹെയർ ബോസ് വെച്ച് ഒരു മെറ്റീരിയൽ കിറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മെറ്റീരിയൽ കിറ്റ് കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിലുള്ള ഹെയർ ബോസൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ ലെയർ ടൈപ്പ് വരുന്ന ഹെയർ ബോസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ കിറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ ഗമ്മ് വെച്ച്, എന്തായാലും നിങ്ങൾ ഏത് വയർ ഹെയർ ബോ ബീഡ്സ് ഉപയോഗിച്ച് ചെയ്താലും ഗമ്മ് ഉപയോഗിച്ചിട്ട് നിങ്ങളത് സ്റ്റിക്ക് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഗമ്മ് ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ബീഡ്സിൽ ഗം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഗം അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് ഗം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് ബീഡ്സിൻ്റെ പുറത്തുകൂടി വന്നിട്ട് ആ ഒരു ഫിനിഷിങ് ഇല്ലാതാവും. അപ്പോൾ ഒരുപാട് ഗം അപ്ലൈ ചെയ്യാതെ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ
ബീഡ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഈ സ്റ്റോൺ ഇങ്ങനെ മുന്നിലോട്ടും പുറകിലോട്ടും വലിക്കുക. അത് ആ ഒരു സ്റ്റോണിൻ്റെ അകത്ത് ആ ഒരു ഗം ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇനി ബാക്കി വരുന്ന കംപ്ലീറ്റ് പോർഷനിൽ നമ്മൾ വൈറ്റ് ബീഡ്സ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 120 പീസ് ബീഡ്സാണ് നമ്മളിവിടെ 120 ബീഡ്സാണ് 6 mm ബീഡ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് ബീഡ്സ് കോർത്തെടുക്കുക എത്രത്തോളം വേണമെന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് പോർഷനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് പ്രൊസീജിയർ ചെയ്ത ആ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എൻഡ് ടൈപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യുക വർക്ക്. ഓക്കെ, പിന്നെ B7000 ഒക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. 7000 ആണെങ്കിലും 6000 ആണെങ്കിലും മിനിമം 24 മണിക്കൂറെങ്കിലും അത് ഉണങ്ങാനായിട്ട് വെക്കുക. ഓക്കെ, ആ ഗ്ലൂ ഒന്ന് സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബീഡ്സൊക്കെ ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മേക്കിംഗ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അതുമല്ല നിങ്ങൾക്ക് മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഒരുപാട് മെറ്റീരിയൽ കിറ്റുകൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പുള്ള ഹെയർ ബോസ്, ലെയർ ടൈപ്പുള്ള ഹെയർ ബോസൊക്കെ വെച്ചിട്ട് സ്റ്റോൺ ചെയിനൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ കിറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു 2 ടൈപ്പ് ഓഫ് ഹെയർ ബോസ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. സെക്കൻഡും ആദ്യം ഞാൻ കാണിച്ച 2 സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ കിറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം. താങ്ക്